ഹായ് എല്ലാവർക്കും എന്നോട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന റംബൂട്ടാൻ്റെ മരമാണ്. ഇത് നമുക്ക് ഭയങ്കര തണലാണ് തരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് മാത്രമേ കായ്ച്ചിട്ടുള്ളൂ. അതിൽ മമ്മി ഞങ്ങൾക്കായിട്ട് ഒരു കൊല ഇതുപോലെ ആർക്കും കൊടുക്കാതാണെങ്കിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ഞാനിന്ന് തുറക്കുവാണ്. ഞാൻ വന്നിട്ട് ഒരാഴ്ച കൂടുതലായി, പക്ഷേ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. നോക്കാമേ. അയ്യോ പകുതി അഴുക്കായടാ, വേണ്ടോ? അയ്യോ പകുതി അഴുക്കായിപ്പോ കേട്ടോ. നിറച്ചുറുമ്പാണ് ഇതിനകത്തിലെ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് താഴെ ഇടാവേ. അയ്യോ നിറച്ച് കറുത്ത ഉറുമ്പ ഉണ്ടാ. നമുക്ക് താഴെ കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് ഉറുമ്പെല്ലാം പോയി കഴിഞ്ഞിട്ട് നമുക്ക് പറിക്കാം. അപ്പോൾ ഇത് നമുക്കിന്ന് നമ്മുടെ കാന്താരിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉപ്പിലിട്ട് വെക്കാം കുറച്ച്. ഇത് താഴെ ഇരിക്കട്ടെ. ദേഹം മുഴുക്ക ഉറുമ്പായി. ഈ ഉറുമ്പൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാന്താരി പറിച്ചെടുക്കാം. ബാക്കി ഇവിടെ കുറേ കാന്താരി ഉണ്ട്. അപ്പോൾ ഇതിൽ വീടിൻ്റെ ഒരു സൈഡിൽ നിൽക്കുന്ന കാന്താരിയാണ്. കുറേ പറിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലും കറിയിൽ കാന്താരിയാണ് ഇടാറ്. അപ്പോൾ ഇതെല്ലാം പഴുത്ത് നിൽക്കുന്നതുകൊണ്ട് പച്ചയുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒന്ന് പറിച്ചെടുക്കാം. കാന്താരി ദേ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത്രേ പറിച്ചുള്ളൂ, ഇനി നിൽപ്പുണ്ട് പറിക്കാനായിട്ട്. അപ്പം ഇത്രയും മതി നമുക്കിപ്പം. പിന്നെ കുറച്ച് കാന്താരി എനിക്ക് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഉപയോഗിക്കാം. അപ്പോൾ കാന്താരി പറിച്ചിട്ടുണ്ട്. ബാക്കി ചുമന്ന് നിൽക്കുന്നു. തിരിക്ക്, റൈറ്റോ ലെഫ്റ്റോ തിരിക്ക്. ഓക്കെ ഓക്കെ ഗുഡ്. കാണിച്ചേ. റെഡ് ലേഡി ഓമയ്ക്ക ഇതാണല്ലോ. ഇതൊരു 2-3 ദിവസത്തിനകം പഴുക്കല്ലേ മീ? ഞങ്ങളുടെ മാതാശ്രീ മമ്മിയെ കണ്ടില്ലെന്ന് പറഞ്ഞ് കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോയിൽ കൂടെ. ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മമ്മി. കണ്ടല്ലോ എല്ലാവരും. ഞങ്ങളുടെ റംബൂട്ടാനെ കഴിഞ്ഞ വർഷം വരെ നല്ല വലിപ്പവും നല്ല മധുരവും ഉള്ളതായിരുന്നേ. ഈ വർഷം ചെറിയ മധുരത്തിന് ഒരു ഇത് വന്നിട്ടുണ്ട്. മധുരം വളരെ കുറവാണ്. ഇതായിരുന്നു ഞങ്ങളുടെ റംബൂട്ടാൻ. ഇതാണെങ്കിൽ ഈ ഒരു കുരുവിൽ നിന്ന് നന്നായിട്ട് ഇളകി വരുന്നതും കൂടിയായിരുന്നു. ചെറിയ സ്വീറ്റ്നെസ്സേ ഉള്ളൂ ഇപ്രാവശ്യം. നല്ല മധുരം ഉണ്ടായിരുന്നു. ഇന്നലെ എനിക്കിത് ഉപ്പിലിടാനായിട്ട് സമയം കിട്ടിയില്ല. പിറ്റേ ദിവസമാണ് ഞാൻ ഉപ്പിലിടുന്നത്. അതിൻ്റെ തോലൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഞാനൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ഗ്ലാസ് ബോട്ടിൽ യൂസ് ചെയ്താൽ മതി. കാരണം ഇത് ഞാൻ ഒരു 2-3 ദിവസം കൊണ്ട് തിന്ന് തീർക്കാനുള്ളതാണ്. അതുകൊണ്ടാണ്. പിന്നെ ചൂടുവെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ട് ആ ഒരു വെള്ളം നന്നായിട്ട് തണുത്തതിന് ശേഷം ഈ ഒരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂണ് വിനാഗിരിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നാട്ടിലൊക്കെ വരുമ്പോൾ ഒരു രസത്തിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. ഇതൊന്നും നമുക്ക് ഷാർജയിൽ ചെയ്യാൻ പറ്റില്ലല്ലോ.